ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ L2 എമ്പുരാൻ ഇപ്പോൾ കണ്ടു വന്നതേ ഉള്ളൂ. പൃഥ്വിരാജ് സുകുമാരൻ ഒരു ആബ്സല്യൂട്ട് എൻ്റർടൈനിങ് മൂവിയാണ് എമ്പുരാൻ എടുത്തു വെച്ചേക്കുന്നത്. ഫസ്റ്റിൽ തന്നെ പറയാം, ഇത് ഒരു തരത്തിലുള്ള സ്പോയിലേഴ്സും ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നില്ല. ഓക്കെ, കമ്മിങ് ടു എമ്പുരാൻ. പേഴ്സണലി പറയുകയാണെങ്കിൽ ലൂസിഫറാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. കാരണം എമ്പുരാൻ ഈസ് എ ഗുഡ് മൂവി. ലൂസിഫറിനെക്കാട്ടിലും അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ലൂസിഫറാണ്. നിങ്ങൾ കാണാൻ പോകുമ്പോൾ, എമ്പുരാൻ കാണാൻ പോകുമ്പോൾ എന്തായാലും ലൂസിഫർ കണ്ടിട്ട് എമ്പുരാൻ കാണാൻ പോകുള്ളൂ. അതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ചില സംഭവങ്ങളൊന്നും നമുക്ക് കണക്ഷൻ കിട്ടത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ലൂസിഫർ കാണാതെ, സപ്പോസ് റീസെൻ്റ്ലി കാണാതെ എമ്പുരാൻ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ചില കണക്ഷൻസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. പടത്തിൻ്റെ മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, ലൊക്കേഷൻസ്, BGM, എവറിത്തിങ്, ഡയറക്ഷൻ എല്ലാം നോക്കുവാണെങ്കിൽ മലയാള സിനിമ നെക്സ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ലൂസിഫറിലുള്ള മിക്ക ക്യാരക്ടേഴ്സ് തന്നെ ആണ് എമ്പുരാനിലുള്ളത്. പിന്നെ ചില ന്യൂ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ L3യുടെ ചെറിയ റിവീലിംഗ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് മൂവിയാണോ മനസ്സിലാവും. അവിടെ ഇവിടെ ചെറിയ ഭാഗങ്ങളുണ്ട്, നമുക്ക് കുറച്ച് ബോറിംഗ് അല്ല, കുറച്ച് ലാഗായിട്ട് തോന്നി. കാരണം ചില ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഫൈറ്റ് സീൻ ആകെപ്പാ കുറച്ച് ഫൈറ്റ് സീനേ ഉള്ളൂ. ഫൈറ്റ് സീനൊക്കെ കുറച്ച് നീണ്ടു പോയതായിട്ടൊക്കെ തോന്നി ചില സ്ഥലത്ത്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ഹാഫ് അവരുടെ നേരത്തെ പാസ്റ്റ്, മോഹൻലാലിൻ്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഹാഫിലുള്ളത്. സോ കൂടുതൽ എൻ്റർടൈനിങ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് ആയിരുന്നു. ഈ എമ്പുരാൻ എന്ന് പറയുന്ന പടം നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഒരു മലയാളം പടം കാണുന്ന ഫീലായിട്ട് നമുക്ക് തോന്നത്തില്ല. ചില സീക്വൻസൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പക്ക ഹോളിവുഡ് അല്ലെങ്കിൽ ഒരു ഫോറിൻ മൂവി കാണുന്ന ഒരു ഫീൽ തന്നെ കിട്ടത്തുള്ളൂ ചില സീക്വൻസൊക്കെ കാണുമ്പോഴത്തേക്ക്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എക്സ്പെക്റ്റേഷൻ വെച്ച് പോകരുത്. കാരണം എനിക്ക് തോന്നിയത് ഈ മൂവിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പ്, ഒരു അഡ്വർടൈസിങ്, ഒരു ഹൈപ്പ് നല്ലോണം കിട്ടിയ ഒരു മൂവിയാണ് എമ്പുരാൻ. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസും അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പ് ഹൈ ആയിരിക്കും. അത് വെച്ച് നിങ്ങൾ പടം കാണാൻ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഹൈ ആക്കി വെച്ചിട്ടാണ് പോയി കഴിഞ്ഞത്. ഇത്രയും പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. പക്ഷെങ്കിൽ എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് ലൂസിഫറാണ് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉള്ളൊരു മൂവി. പക്ഷേ എമ്പുരാൻ മോശമെന്നല്ല പറയുന്നത്, അടിപൊളി പടമാണ്. ഒരു മോശം പറയാനായിട്ടില്ല എമ്പുരാനകത്ത്. പിന്നെ പടത്തിനെ പറ്റി പറയാനുള്ളത്, പുതിയ കുറേ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ പല പല ഇൻഡസ്ട്രീസിൽ നിന്നും പല ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഡ്രാഗൺ ഉള്ള ആളൊക്കെ, അതൊക്കെ നിങ്ങളെ പടം കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഞാനൊന്നും മിണ്ടുന്നില്ല. ഓക്കെ, പിന്നെ വേറെ എന്താ പറയാനുള്ളത്? മോഹൻലാലിൻ്റെ അഭിനയത്തെ പറ്റി പറയുകയാണെങ്കിലും പൃഥ്വിരാജ് ഒരു കറക്റ്റ് ലെവലിൽ വെച്ചിട്ടാണ് എല്ലാ സീക്വൻസും ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് അധികം മോഹൻലാൽ അധികം ഹൈപ്പായിട്ടോ ഓവർ മാസമായിട്ടോ ഒന്നും നമുക്ക് തോന്നത്തില്ല. പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് റേഷ്യോയിലാണ് പൃഥ്വിരാജ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ മോഹൻലാലിൻ്റെ അഭിനയം ആസ് യൂഷ്വൽ അടിപൊളിയാണ്. പിന്നെ മോഹൻലാലിൻ്റെ ചെറിയ ഫൈറ്റ് സീക്വൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ, ഇതുവരെ മോഹൻലാലിനെ കണ്ട ഫൈറ്റ് സീക്വൻസ് വെച്ച് നോക്കുമ്പോൾ എമ്പുരാനിലെയാണ് ദ ബെസ്റ്റ് എന്ന് വേണം പറയാൻ. കാരണം ദ ഒറിജിനാലിറ്റി ഇസ് നെക്സ്റ്റ് ലെവൽ. അടിപൊളിയായിട്ടാണ് ഫൈറ്റ് സീക്വൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ടൊവിനോ, സാനിയ, മഞ്ജു വാര്യർ, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറുമോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബൈജു സന്തോഷ് അത് സ്ഥിരമുള്ള പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് പൃഥ്വിരാജിന് സ്ക്രീൻ സ്പേസ് കുറയും, സ്ക്രീൻ ടൈം കുറവായിരുന്നു പൃഥ്വിരാജിന്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ലൊക്കേഷൻസ് ആണ്. പൃഥ്വിരാജിന് വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഹണ്ടേഴ്സ് ഇതിനു വേണ്ടി എത്രത്തോളം കറങ്ങിയിട്ടുണ്ട്, ഇവിടേക്ക് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ എൻ്റെ പുറമൊക്കെ എത്രത്തോളം നടന്നിട്ടുണ്ട് നമുക്ക് ഇവരുടെ ഇൻ്റർവ്യൂ കൂടെ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതെല്ലാം ഈ പടത്തിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലൊക്കേഷൻസ് ദ ബെസ്റ്റ് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി എസ്പെഷ്യലി ഇതിൻ്റെ ഏതൊക്കെ ക്യാമറാസ് വെച്ചാൽ ഷൂട്ട് ചെയ്തേക്കുന്നതെന്ന് ഇവർ പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ എല്ലാ ഒരു ക്ലാരിറ്റി നമുക്ക് പടത്തിൽ കാണുന്നുണ്ട്. സോ
കൂടുതലൊന്നും പറയാനില്ല. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി. പക്ഷെങ്കിൽ ഇവിടുത്തെ ഹൈപ്പിൻ്റെ അത്രയും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ കണ്ടിരിക്കാനെന്നൊരു സംശയമുണ്ട്. നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. സ്പോയിലേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ മൂവി കാണുക, നിങ്ങളുടെ കമൻസ് താഴെ ഇടുക. ഓക്കെ, ബൈ.